കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അദ്ദേഹമാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ വലിയ പോരാട്ടം നയിക്കുന്ന വ്യക്തിയാണ് ശ്രീ കെ സി വേണുഗോപാൽ. ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പൊ 102 സീറ്റുമായിട്ട് UDF ഭരണത്തിൽ കയറിയപ്പോഴത്തേക്ക് നമ്മൾ വളരെയധികം സന്തോഷിച്ചിരുന്നു. എങ്ങനെയും പിണറായിയെ പോലുള്ള ഒരു ഭൂതത്തെ ചവിട്ടി അടിച്ച് ഓടിച്ച് എന്ന ശുദ്ധികലശം വരുത്താനാണ് ഈ കേരള ജനത ഉൾപ്പെടെ എല്ലാവരും, അതായത് തളിപ്പറമ്പ്, പൊന്നാനി ഉൾപ്പെടെയുള്ള ജനതകൾ, അതായത് CPM-ന്റെ കോട്ടകൾ ഇളകി മറിഞ്ഞുകൊണ്ട് ഈ ദുർഭരണം, അതായത് പിണറായി വിജയന്റെ ദുർഭരണം അവസാനിക്കാനാണ് UDF-ന് വോട്ട് കൊടുത്തത്. എന്നാൽ ഇന്ന് ഈ വോട്ട് കൊടുത്ത ഓരോ ജനങ്ങളും ഇന്ന് റിഗ്രറ്റ് ചെയ്യുകയാണ്. എന്തിനാണ് ഭഗവാൻ ഇതുപോലുള്ളവർക്ക് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെന്ന് ഓർക്കുമ്പോഴത്തേക്ക് നമുക്കിന്ന് നമ്മൾ ഓരോ ജനതയും ദുഃഖിക്കുവാണ്. കാരണം ഇത് എന്തുവാടെ, ഇതിപ്പോ എത്രാം ദിവസം, 6-7 ദിവസമായി റിസൾട്ട് വന്നിട്ട് ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനായിട്ടില്ല. അപ്പം ഇത് ഇവരുടെ പൊറാട്ട് നാടകമാണ്. ഏടോ, നമുക്കറിയാം ഇത് ഓൾറെഡി ഇതെല്ലാം തീരുമാനമാക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ ഡൽഹിയിൽ പോയി സംസാരിച്ചു, 3 പേരെയും അങ്ങോട്ട് KCCയുടെ സംഘടനക്കാരെ എല്ലാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലോട്ട് വിളിച്ചു, അതിന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് രമേശ് ചെന്നിത്തല ആണെങ്കിലും KC വേണുഗോപാൽ ആണെങ്കിലും VT സതീശനാണെങ്കിലും അവരതിനൊരു ഉറച്ച തീരുമാനമായിട്ടാണ് തിരിച്ചു വന്നത്. പക്ഷെ ആ തീരുമാനം എന്താന്ന് നമ്മളോട് പറയുന്നില്ല. അതിനുശേഷം പല പല അംഗങ്ങളെ KCC സംഘടനയിൽ നിന്ന് ഓരോരുത്തരെ അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എന്നും ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തിനാണ് നമ്മൾ ഇങ്ങനെയിട്ട് വലിപ്പിക്കുന്നത്? ആരാണ് ഇനി വേണ്ടില്ല. ഇനിയിപ്പോ ഇവർ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ എടുത്തിരിക്കുന്ന ആ തീരുമാനം ഇപ്പം ജനങ്ങളോട് എത്തിക്കാൻ അവര് തയ്യാറാവുന്നില്ല. കാരണം ജനവികാരമാണ് പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് പൊടി തട്ടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. നമുക്കറിയാം VT സതീശൻ എന്നാണേലും മുഖ്യമന്ത്രിയായാൻ വരാൻ പോകുന്നില്ല. പിന്നീട് KPCC എന്നുള്ള ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ തന്നെ ആയിരിക്കും. കാരണം KC വേണുഗോപാൽ അവിടെ നിന്ന് പോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ ആയിരിക്കും എന്ന് മേ ബി ആർക്കുള്ളത്, രാഹുൽ ഗാന്ധിക്ക് അടക്കമുള്ളത്. അപ്പൊ ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് മൊണ്ണരാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹൈക്കമാൻഡ് ഇനി രാഹുൽ ഗാന്ധിയാണോ, സോണിയാഗാന്ധിയാണോ, പ്രിയങ്ക ഗാന്ധിയാണോ, ആരാണെന്ന് അറിയത്തില്ല. ഇവരെല്ലാം കൂടി ഇങ്ങനെ അടുപ്പ് കൂട്ടി ചർച്ചയല്ലേ നടത്തുന്നത്. ഇനി ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC വേണുഗോപാൽ ആണോ എന്ന് പോലും അറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. പക്ഷെ ഇവിടെ കേരളത്തിലെ ജനങ്ങള് മണ്ടരായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ഈ മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാകത്തില്ല. പക്ഷെ ഇവർക്ക് ധാരണയുണ്ട് ആരാകണം മുഖ്യമന്ത്രി. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഡൽഹിയിലോട്ട് വിളിച്ചിട്ട്. എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കൂട്ടി ഇങ്ങനെ അടുപ്പൂട്ടി ചർച്ച നടത്തുന്നത്? ഇവർക്കൊരു മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുക്കാറില്ല. ഇവർക്കൊന്നും ഒരു വിഷൻ ഇല്ലേടെ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത്ര നാണം കെട്ട പരിപാടിയാണോ? ഒരു വിഷൻ ഇല്ല. അപ്പൊ എന്തെങ്കിലും ചോദിച്ചാൽ പറയും അപ്പൊ BJP 30-ലേറെ സമയം എടുത്തല്ലോ മുഖ്യമന്ത്രി തീരുമാനിക്കാണെന്ന്. ഇതൊക്കെയാണ് അവസ്ഥ. തമിഴ്നാട്ടിലാണെങ്കിൽ എങ്ങനെയും വിജയ് 120 സീറ്റ് ഉറപ്പിച്ച് പുള്ളി മാസം 1.5 കൊല മാസമായിരുന്നു. കൊല തൂക്കാണ് തൂക്കിയത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറഞ്ഞു, എന്തൊരവസ്ഥയാണെന്നറിയോ ഈ കടിപിടി. ഇവർക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു വിഷൻ ഇല്ലാത്തതാണ് കാരണം. എനിക്ക് VT സതീശൻ ഭരണം തന്നെയാണ്. ഇനി അത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കാരണം VT സതീശൻ എന്താണെങ്കിലും ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് വരത്തില്ല എന്ന് ഉറപ്പാണ്. മജോറിറ്റി ഓഫ് ആൾക്കാർ KC വേണുഗോപാലിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം KC വരട്ടെ. KPCC-ന്ന് ഒന്ന് മാറ്റാൻ ഒരു ധാരണയുണ്ട്. KPCC-യുടെ ഇതായിട്ട് ഇരിക്കുവാണല്ലോ. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് അപ്പം വേണുഗോപാൽ മാറുവാണെങ്കിൽ അവിടുന്ന് വേറെ ആൾക്ക് വരും. പക്ഷെ KC വേണുഗോപാൽ മാറിയിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാള് MP സ്ഥാനം രാജിവെക്കണം. അതുപോലെ തന്നെ ജയിക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് 2 പുള്ളി മത്സരിക്കണം. അങ്ങനെ വരുവാണെങ്കിൽ മത്സരിക്കുമ്പോൾ ജയിക്കുമെന്ന് തന്നെ അറിയത്തില്ല. കാരണം ജനവികാരം ഇതാണ്. പിന്നെ ഇത് മത്സരിച്ച് ജയിച്ചില്ലെങ്കിൽ അതിന്റെ ചെലവ് വേറെ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ആലപ്പുഴയിൽ നിന്നുള്ളതാണല്ലോ പുള്ളി MP ആയത്. അപ്പൊ ആലപ്പുഴയിൽ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ വരും. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ അവിടെ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവിടെ നിന്ന് ജയിച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ കുറെ അധികം മാറ്റങ്ങൾ വരും. അപ്പൊ അതൊക്കെ രാഹുൽ ഗാന്ധി നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു ബോധം ഉണ്ടായിരിക്കില്ല. അങ്ങനെ വരുവാണെങ്കിൽ ആലപ്പുഴ ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യരോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ മേ ബി മത്സരിച്ചേക്കും എന്നൊക്കെ അയാൾക്കറിയാം. അങ്ങനെ വരുവാണെങ്കിൽ BJP-ക്ക് ഒരു സീറ്റും കൂടെ കിട്ടും, BJP ഒന്നും കൂടെ ശക്തമാകുമെന്ന് ഒക്കെ അവിടെ ഒരു തോന്നലൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ എന്നാലും മജോറിറ്റി ഓഫ് അവരുടെ ആവശ്യം രാഹുൽ ഗാന്ധിയുടെ ആവശ്യവും KPCC-യിൽ നിന്ന് KC വേണുഗോപാലിനെ മാറ്റണം എന്നുള്ളതാണ്. അന്ന് ഒരു ലിസ്റ്റ് പുറത്ത് വിട്ടിരുന്നല്ലോ. KPCC-ന്ന് 2-3 ആൾക്കാരെ ഇങ്ങോട്ട് അയക്കുന്നു.
അപ്പൊ അവര് എന്താണ് ലിസ്റ്റ് പബ്ലിക് ആക്കുന്നത്, അതൊക്കെ മനഃപൂർവ്വം പബ്ലിക് ആക്കിയതാണ്. അതിനകത്ത് മൊത്തം കേസി എന്ന് കൊടുക്കുന്നു. ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ആൾക്കാർ എന്താണ് കേസിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയുള്ളൂ. രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ പിന്നെ എ കെ ആന്റണി അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. എ കെ ആന്റണിയുടെ ഭാഗത്തുനിന്ന് വരാനുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ പേര് പറയും. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രായവും കാര്യങ്ങളൊക്കെ, ഇനി അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവില്ല, ഒരു മന്ത്രിസ്ഥാനത്തോട്ടുള്ള വരവില്ല. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല ആകട്ടെ എന്ന് ഹൈക്കമാൻഡിനോട് മേ ബി റിക്വസ്റ്റ് ചെയ്തേക്കാം. പക്ഷേ വി ടി സതീശൻ അങ്ങനെയല്ല. വി ടി സതീശൻ ചെറുപ്പമാണ്. ഇദ്ദേഹത്തിന് ഈ ഒരു 5 വർഷക്കാലം കൂടെ ഈ കോൺഗ്രസിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് അദ്ദേഹം കുറച്ചും കൂടെ പഠിച്ചിട്ട് അടുത്ത കൊല്ലം, ഈ വരുന്ന 2031 മുഖ്യമന്ത്രി ആകുന്നതാണ് നന്നായിരിക്കും എന്നാണ് എ കെ ആന്റണിയുടെ ഒരു നിഗമനം. അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ പറയാനുള്ളത്, 3 പേരും നല്ല ആൾക്കാരാണെന്ന് പറയുന്നു. ഈ അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ ഉൾപ്പെടെ പറയുന്നുണ്ട്, ഇന്ത്യൻ കോൺഗ്രസിന്റെ നട്ടല് ഒരു തൂണ് തന്നെ ചുമന്നുകൊണ്ട് നിൽക്കുന്നത് ആരാണ്, നമ്മുടെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു റീല് കണ്ടിട്ട് വരാം. കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അദ്ദേഹമാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ വലിയ പോരാട്ടം നയിക്കുന്ന വ്യക്തിയാണ് ശ്രീ കെ സി വേണുഗോപാൽ. അദ്ദേഹം ഒരു സമയത്ത് അടികൊണ്ട് മരിക്കാറായ ആളാണ്, പോലീസിന്റെ അടി. അദ്ദേഹത്തിന് 19 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രീ വി ഡി സതീശൻ. ഞാൻ ഇന്ന് ഓർക്കുന്നു, 2015 എന്റെ പിതാവ് അദ്ദേഹത്തെ സ്പീക്കറാവാൻ നിർബന്ധിച്ച ആളാണ്. പക്ഷെ അതേ ആയില്ല. അപ്പൊ അങ്ങനെ അധികാരത്തോട് വലിയ ഭ്രമമില്ലാത്തൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഇന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയാണെങ്കിൽ എന്റെ പിതാവിനോടൊപ്പം ഈ പാർട്ടി കെട്ടിപ്പടുത്ത ആളാണ്. 10 വർഷം PC പ്രസിഡന്റ് ആയ ആളാണ്, ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ്. അപ്പൊ സീനിയർ ആണോ വ്യക്തിയാണ്, ഒത്തിരി പതിറ്റാണ്ടത്തെ സേവനമുണ്ട്. അപ്പൊ 3 പേരും തുല്യരാണ് ഞാൻ നോക്കും. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം, വേറെ ആരുമല്ല, മുഖ്യമന്ത്രിയായിട്ട് കെ സി വേണുഗോപാൽ തന്നെ വരുമെന്ന് ഉള്ളതാണ്. പിന്നെ ഈ അടുത്തിടെ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം തന്റെ നിലപാട് ഒരുമാതിരി തടവി തലോടി പോയിട്ടുണ്ടായിരുന്നു. അതായത് വി ടി സതീശിനെ അനുകൂലിക്കുന്ന രീതിയിൽ. കാരണം നമുക്കറിയാം, വയനാട് MP ആണ് നിലവിൽ തന്നെ പ്രിയങ്ക ഗാന്ധി. അപ്പം ഇനിയും പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ നിൽക്കണമെങ്കിൽ അവിടെ വയനാട്ടിൽ ആരാണ്, മുസ്ലിം ലീഗ് ആണ് മജോറിറ്റി ഓഫ് ഇത് കിട്ടുന്നത്, സപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മുസ്ലിം ലീഗ് നമ്മുടെ വി ടി സതീശിനെയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രിയങ്ക ഗാന്ധി വി ടി സതീശൻ വരട്ടെ, ജനവികാരം വരട്ടെ, അങ്ങനെ ഒരു സംഭവം പറഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചാണ്ടി ഉമ്മന്റെ ആണെങ്കിലും ഷാഫി പറമ്പിന്റെ ആണെങ്കിലും മറ്റാരുടെ ആൾക്കാരുടെ ഒക്കെ ആണെങ്കിലും ഇവരെ എല്ലാവരും ഒരു അഭിപ്രായം നമ്മൾ ഇപ്പം ഒന്ന് വെച്ച് നോക്കുവാണെങ്കിൽ കെ സി വേണുഗോപാൽ ആകാനാണ് മജോറിറ്റി ഓഫ് ചാൻസ്. എന്തെങ്കിലും പറഞ്ഞ് വി ടി സതീശനെ ഒതുക്കി കാണും, ഇങ്ങനെയൊക്കെയല്ലേ. അപ്പം തമ്മിൽ തല്ലിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, കല്ലെറിയാനുള്ള പരിപാടി ഒന്നും നടത്തരുതെന്ന് പറയാം. അതിന്റെ ഇടയാണ് നമ്മുടെ ഒരു CPM പ്രവർത്തകർ ഫ്ലെക്സ് യുദ്ധം നടക്കുമ്പോഴത്തേക്ക് വി ടിയുടെയും മറ്റുള്ളവരുടെയൊക്കെ ഫ്ലെക്സും കെ സി വേണുഗോപാലിന്റെ ഒക്കെ ഫ്ലെക്സ് കൊണ്ടുവെക്കുന്ന CCTV ദൃശ്യങ്ങളും കൂടെ പുറത്ത് ലീക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ CPM എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ അവന്മാര് എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് അതിനകത്ത് നിൽക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണം. കാരണം ഇപ്പൊ സ്കൂൾ അവധിയാണ്. ഇനി ഏതാനും കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ സ്കൂൾ തുറക്കുക. ഇതുവരെ പാഠപഠ്യ പുസ്തകങ്ങളൊന്നും ഇതുവരെ അച്ചടിച്ചിട്ടില്ല. നമ്മുടെ അണ്ണൻ ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് അതൊക്കെ പെൻഡിങ്ങിലൊക്കെ ആക്കിയിട്ടാണ് പോയത്. അപ്പൊ പിള്ളേർക്ക് പഠിക്കേണ്ടതാണ്. ജൂണിൽ സ്കൂൾ തുറക്കും, അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അപ്പൊ ദൈവത്തെ ഓർത്ത് ഇനി ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച ഉണ്ടാവും തോന്നുന്നില്ല. നമ്മളത് മനസ്സിലാക്കി, ആരെങ്കിലും പണ്ടാരടങ്ങാനായിക്കോട്ടെ, ഈ ഒരു മൈൻഡിൽ എത്തുമ്പോഴത്തേക്ക് പബ്ലിഷ് ചെയ്യാനാണ് ഇരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിയെ വേണം. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്താണെങ്കിലും ഇവർ ഈ അടിയും പിടിയുടെ ഇടയിൽ അവന്മാർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പം പിണറായിക്ക് ട്രോൾ കിട്ടേണ്ട സമയമാണ്. പക്ഷെ ഈ ഒറ്റൊരടി നടക്കുന്ന കാര്യം കൊണ്ട് മാത്രമാണ് പിണറായി രക്ഷപ്പെട്ടു പോയത്. അവിടെ പ്രതിപക്ഷ നേതാവ് ആരാന്ന് ഇപ്പോഴും തീരുമാനം ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ ഈ അടി കാരണം പിണറായിക്ക് വരേണ്ട കുറെ ചോദ്യങ്ങളിൽ നിന്ന് പുള്ളി ഒഴിവായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് CPM-നാണ് കൂടുതലധികം ഗുണം ചെയ്തത്. അപ്പം എന്താണെന്ന് ഈ ആഴ്ച പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഈ ആഴ്ച അവസാനത്തോടെ വരും പ്രതീക്ഷിക്കാം. ഇന്ന് നാളെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇന്ന് വരെ മുഖ്യമന്ത്രിയെ തപ്പി മുങ്ങിക്കിട്ടില്ല. അവർക്കറിയാം ആരായിരുന്നു മുഖ്യമന്ത്രി എന്ന്. അവർക്ക് ഓൾറെഡി അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളായിട്ടൊന്ന് ഒരു പൊട്ടം കളിപ്പിക്കും. കേരളത്തിലെ ജനങ്ങളായിട്ടൊന്ന് പൊട്ടം കളിപ്പിച്ചൊന്ന് വരിപ്പിച്ച് ജനങ്ങൾ മടുത്തിട്ട് ഇനി ആരെങ്കിലും ആയിക്കോ, ഞങ്ങൾക്ക് വയ്യ എന്ന് ആ ഒരു മൈൻഡ് സെറ്റിൽ എത്തുമ്പോഴത്തേക്ക് പുറത്തു വിടാനാണ് ഇരിക്കുന്നത്. പിന്നെ ആഭ്യന്തരം എന്നാണെങ്കിലും വി ടി സതീശനെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിന്റെ വിഷയം കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് എല്ലാം വീഡിയോയിലൂടെ പറഞ്ഞതാണല്ലോ. പിന്നെ രാഹുൽ മങ്കുട്ടത്തെ പുള്ളി എടുക്കും കേട്ടോ. ഇനി 1.5 മാസം കൂടി ഉള്ളൂ. ഒരു ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് പുള്ളി തിരിച്ച് കോൺഗ്രസിലോട്ട് വരും. ഈ മര്യാദയ്ക്ക് ഇനി ജീവിച്ചാൽ മതി. അപ്പം ഇതൊക്കെയാണ് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ എന്താണ് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ പിന്നെ വരെ.